വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ ദമ്പതികൾ അറസ്റ്റിൽ. മുണ്ടേരിക്കടവ് റോഡിൽ മുള ഡിപ്പോയ്ക്ക് സമീപം വാടക വീട്ടിൽ താമസിക്കുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി ജാക്കിർ സിക്താർ, ഭാര്യ അലീമ ബീവി എന്നിവരെയാണ് ചക്കരക്കൽ CI ആസാദിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഒരു ചാക്കിൽ 14 കിലോ തൂക്കം വരുന്ന കഞ്ചാവാണ് ഇവിടെ നിന്നും പിടികൂടിയത്. आप लोग का कोई बात है तो वो काम करेंगे लेना पड़ेगा पूरा बोलना नहीं है कैसे बात करेंगे बात नहीं करते नहीं ऐसे करता हूं हां हम फोन में बात कर रहे हैं नाम है ना उसको नंबर കുറച്ചുനാളായി ഇവർ ഇവിടെ താമസിച്ചു വരികയായിരുന്നു. കഞ്ചാവ് വിൽപ്പനയുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഒരു ചാക്കിൽ 14 കിലോ തൂക്കം വരുന്ന കഞ്ചാവാണ് ഇവിടെ നിന്ന് പിടികൂടിയത്. अरे बरोबर नहीं है 4 മാസം മുമ്പ് ഒരു റൂമിൽ അന്വേഷിച്ച് വന്നിരുന്നു. ഇവിടെ പല മുടി കടവ് റോഡ് അപ്പോൾ അന്വേഷിച്ച് പല സ്ഥലത്ത് പോയി ഞങ്ങൾക്ക് അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു നമുക്കിവിടെ ഇല്ല, നമ്മളുള്ള സ്ഥാപനമൊക്കെ വേറെ കൊടുത്ത്. അപ്പോൾ മുട്ടക്ക് നമ്മുടെ ഫ്രണ്ടിനടുത്ത് അന്വേഷിച്ചു, അവർ കൊടുത്തില്ല. അപ്പോൾ കുറേ കറങ്ങിയിട്ട് അവസാനം ലാസ്റ്റ് ഇവർ കിട്ടി. ഈ കൊടുത്ത പാർട്ടി ഈ വീട് നമ്മളെ ഭാര്യൻ്റെ തറവാടാണ്. അപ്പോൾ ഇവർക്ക് അറിയില്ല, അന്വേഷിച്ച് വന്നപ്പോൾ ഇന്ന ആൾക്കാരൊന്നും അറിയില്ല. അപ്പോൾ ഇവർ 4 മാസം 1 മാസം വാടക കൊടുത്ത് 3 മാസം വാടക കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഇന്ന് ഇവിടെ എത്തിയെന്ന് പറഞ്ഞ്. അപ്പോൾ എത്തിയപ്പോൾ സംഭവം ചെയ്ത് ഇവരെ ഇതിന് സാധനം ഇങ്ങനെ മയക്ക് വരുന്നതാണ്. ഇവർ ആൾക്കാരായിട്ടും മൊത്തം പല സ്ഥലത്ത് ഇങ്ങനെ നല്ല കോണ്ടാക്റ്റും ഉണ്ട്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ സമയത്ത് ചിലപ്പോൾ രാത്രിയൊക്കെ ഇട്ട് ചെറുപ്പക്കാരെ കാണാം. ചിലപ്പോൾ ഇത് വാങ്ങിക്കാൻ വരുന്നത് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. മക്കൾ നീ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റില്ല, അവർ നമ്മളെ എതിർക്കും, നിനക്ക് എന്താ ആവശ്യം ചോദിക്കേണ്ടതെന്ന് പറയും. ഇപ്പോൾ പിടിച്ചപ്പോൾ സംഭവം മനസ്സിലാകുന്ന ഇവർ ഇതിൻ്റെ ആളാണ്. ഇതിനു മുമ്പേ ഇവർ ഇതന്നെയാണ് തൊഴിൽ. കഞ്ചാവ് കൊണ്ടുവന്നെന്ന് കരുതുന്ന നിരവധി പ്ലാസ്റ്റിക് സഞ്ചികൾ ഇവിടെ ഉണ്ടായിരുന്നു. SI-മാരായ സജേഷ് ജോസഫ്, പ്രേമരാജൻ, സിവിൽ ഓഫീസർമാരായ കൃഷ്ണൻ, സിനിജ തുടങ്ങിയവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. ഗ്രാമിക ന്യൂസ്, ചക്കരക്കൽ.